शुभं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघासुरेश्वरगजो ब्रह्मादिदेवाङ्गन अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. ആകാശവും ജലവും വായുവും അഗ്നിയും നിറഞ്ഞ പഞ്ചഭൂതാത്മകമായ മനുഷ്യ ശരീരം പ്രപഞ്ചപ്രാണന്റെ തുടർച്ച തന്നെയാണ്. യോഗജീവിതം ഓരോ മനുഷ്യനെയും പ്രപഞ്ചതാളത്തിനൊപ്പം നിലനിർത്തുന്നു. ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും അറിഞ്ഞു ജീവിക്കുവാനുള്ള ഒരു പുതിയ ജീവിതചര്യ കൂടിയാണ് യോഗജീവിതം മനുഷ്യന് നൽകുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം പ്രമേഹത്തെ സൈക്കോസൊമാറ്റിക് ഡിസീസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നത്. ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത് പനി മുതൽ ക്യാൻസർ വരെ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ വഴിയൊരുക്കും എന്നാണ് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത്. ആധുനിക ശാസ്ത്രം സൂര്യ നമസ്കാരത്തെ ഇൻസുലിൻ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ 8ഓളം ആസനങ്ങൾ, അതായത് നമസ്കാരാസനം, പാദഹസ്താസനം, അശ്വസഞ്ചലനം തുടങ്ങിയ 8ഓളം ആസനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. യോഗാസനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ശ്വാസക്രമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നത് ദീർഘമായി ശ്വാസം അകത്തേക്കെടുക്കുകയും പിടിച്ചു നിർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നത് വഴി ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ വൈകാരികമായ മാനസിക അവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വൈകാരികമായ മാനസിക അവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം കൂടാതെ ജീവിക്കാനുള്ള ശേഷി വർദ്ധിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇന്നത്തെ മോഡേൺ സയൻസ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന വിഭാഗത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോഗാസനങ്ങൾക്ക് ആഗോളതലത്തിൽ ഇത്രയേറെ പ്രസക്തി ലഭിച്ചത്. സൂര്യ നമസ്കാരം ചെയ്തു തുടങ്ങുന്നത്
ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും ജീവൻ്റെ ആധാരമായ സൂര്യനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്നത് വഴി ഒരു വ്യക്തിയുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അത് ഉത്തേജിപ്പിക്കുന്നത്. ഒരു എൻഡോക്രൈൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ രസതന്ത്രത്തെയാണ് അത് സ്വാധീനിക്കുന്നത്. ശരീരത്തിൻ്റെ ഒരുപാട് ആന്തരിക ഘടനയെ വരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് സൂര്യ നമസ്കാരം. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്ത് തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ സൂര്യ നമസ്കാരം പോലെ ലളിതമായ, ആരെയും ആശ്രയിക്കാതെ അവനവനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ലളിതമായ വിദ്യ കൂടിയാണ് സൂര്യ നമസ്കാരം. കാലുകൾ സ്വാഭാവികമായ അകലത്തിൽ നിവർന്ന് നിൽക്കുക. കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി പുറകിലേക്ക് വളയുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുൻവശത്തേക്ക് കുനിഞ്ഞ് കൈകൾ കാലുകളുടെ ഇരുവശങ്ങളിലായി നിലത്ത് സ്പർശിക്കാൻ ശ്രമിക്കുക. ഇടതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് നീട്ടി തല നിവർത്തി നേരെ നോക്കുക. വലതുകാൽ ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകാലിനോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കമഴ്ന്ന് കിടക്കുക. മുട്ട്, നെറ്റി, ചെസ്റ്റ് ഭൂമിയിൽ സ്പർശിക്കുക. കാൽപാദങ്ങൾ നീട്ടിവെച്ച് ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് തലയും ചെസ്റ്റും നിവർത്തുക. കാൽപാദങ്ങൾ തിരിച്ച് മടക്കി കുത്തി ശ്വാസം വിട്ടുകൊണ്ട് ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തി തല അകത്തേക്ക് മടക്കുക. കുതിങ്കാൽ നിലത്ത് സ്പർശിക്കാൻ ശ്രമിക്കുക. ഇടതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുമടക്കി ഇടത് കൈയോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. തല നിവർത്തി വലതുകാൽ ഇടതുകാലിനോട് ചേർത്ത് വെച്ച് മുട്ട് വളയ്ക്കാതെ കുനിഞ്ഞു നിന്ന് നെറ്റി മുട്ടിനിടയിലേക്ക് സ്പർശിക്കാൻ ശ്രമിക്കുക. തല നിവർത്തി കൈ നീട്ടി ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് കൈ കൂപ്പി പുറകിലേക്ക് വളയുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് മുൻവശത്തേക്ക് കുനിയുക. കൈകൾ കാലുകളുടെ ഇരുവശങ്ങളിലായിട്ട് നിലത്ത് സ്പർശിക്കാൻ ശ്രമിക്കുക. വലതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് നീട്ടി തല നിവർത്തുക. ഇടതുകാൽ ശ്വാസം വിട്ടുകൊണ്ട് വലതുകാലിനോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കമഴ്ന്ന് കിടക്കുക. മുട്ട്, നെറ്റി, ചെസ്റ്റ് സ്പർശിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കാൽപാദങ്ങൾ നീട്ടി വയ്ക്കുക. തലയും ചെസ്റ്റും ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തുക. കാൽപാദം തിരിച്ച് മടക്കി കുത്തി ഇടുപ്പ് ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. കുതിങ്കാൽ നിലത്ത് സ്പർശിക്കാൻ ശ്രമിക്കുക. വലതുകാൽ മുട്ടുമടക്കി വലതു കൈയോട് ചേർത്ത് ശ്വാസം എടുത്തുകൊണ്ട് വലിച്ചു വയ്ക്കുക. തല നിവർത്തുക. ഇടതുകാൽ വലതുകാലിനോട് ചേർത്ത് വെച്ച് മുട്ട് വളയ്ക്കാതെ കുനിഞ്ഞു നിന്ന് നെറ്റി മുട്ടിനിടയിലേക്ക് സ്പർശിക്കാൻ ശ്രമിക്കുക. തല നിവർത്തി കൈ നീട്ടി ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് കൈ കൂപ്പി പുറകിലേക്ക് വളയുക. കണ്ണടച്ച് ശ്വാസം വിട്ടുകൊണ്ട് കൈ കൂപ്പി നടു നിവർന്ന് ആയാസത്തിൽ നിൽക്കുക. ലേഹാദ്വേച്ഛാഭയേ നിത്യമദഘാതാദ്രസായനാത് തദ്ബലി ഫലിതം ഹന്യാത് വർണ്ണായുർബലവർദ്ധനം പഞ്ചകാസാൻ ക്ഷയം ശ്വാസം സഹിത്മം വിഷമജ്വരം
ഗുൽമമേഹഗ്രഹണ്യർഷോ ഹൃദ്രോഗാരുചിപീനസാൻ അഗസ്ത്യവിഹിതം ധന്യം ഇതം ശ്രേഷ്ഠം രസായനം. അഗസ്ത്യ രസായനം എന്ന ഈ ലേഹ്യം കഴിക്കുന്നതിന് ഒരു രീതിയെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 കടുക്ക എന്ന പ്രമാണത്തിൽ കുറച്ച് ലേഹ്യത്തിൻ്റെ കൂടെ ചേർത്ത് എന്നും കഴിക്കാനാണ് പറയുന്നത്. ഇങ്ങനെ കഴിക്കുന്ന ഈ ലേഹ്യം രസായനമായി ശരീരത്തിൽ പ്രവർത്തിക്കുകയും വലിയ ഫലിതങ്ങൾ ഹനിക്കുകയും വർണ്ണം, ആയുസ്, ബലത്തെ വർദ്ധിപ്പിക്കുകയും രോഗങ്ങളായ പഞ്ചകാസം, ക്ഷയം, ശ്വാസം, ഹിത്മം, വിഷമജ്വരം, ഹൃദ്രോഗം, അരുചി, പീനസം എന്നിവയും ശമിപ്പിക്കുന്നു എന്ന് പറയുന്നു. അഗസ്ത്യമുനിയാൽ പറയപ്പെട്ട ഈ യോഗം രസായനങ്ങളിൽ തന്നെ വെച്ച് ശ്രേഷ്ഠമായ ഒരു രസായനമായി കരുതുന്നു. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏവർക്കും സുപരിചിതമായ അഗസ്ത്യ രസായനം എന്ന മരുന്നിനെ കുറിച്ചാണ്. അഗസ്ത്യ രസായനം എന്ന മരുന്നിലെ പ്രധാന ചേരുവകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അഗസ്ത്യ രസായനത്തിലെ പ്രധാന ചേരുവകൾ കഷായത്തിൽ വരുന്നത് ദശമൂലങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ദശമൂലങ്ങളിൽ കൂവളവേര്, കുമിഴിൻ വേര്, പയ്യാനി വേര്, മുഞ്ഞവേര്, ഓരിലവേര്, മൂവിലവേര്, ചെറുവഴുതന വേര്, വെൺവഴുതന വേര്, ഞെരിഞ്ഞിൽ, ഇതാണ് അഗസ്ത്യ രസായനത്തിൽ കഷായ ചേരുവകൾക്കുള്ള വിധി പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി ഇത്രയും ചേരുവകൾ കഷായ പാകത്തിലേക്ക് മാറ്റുക എന്ന പ്രക്രിയയാണ് ആദ്യമായി നടക്കുന്നത്. കഷായത്തിലേക്ക് ഇത്രയും ചേരുവകൾ ചേർത്ത് അതിലേക്ക് സ്വരസമായി വെള്ളം കൊടുത്തതിന് ശേഷം ആ വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ പ്രക്രിയ. അതാണ് കഷായ പ്രക്രിയ എന്ന് പറയുന്നത്. ഈ കഷായത്തിന്റെ നിർമ്മാണ രീതി നമുക്കൊന്ന് കാണാം. അഗസ്ത്യ രസായനത്തിന്റെ കഷായ കൽപ്പനയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേരുവകൾ ചേർത്തതിന് ശേഷം സ്വരസമായ ജലം കൊടുത്ത് ജലത്തിനെ വറ്റിച്ച് കഷായമാക്കിയതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഗസ്ത്യ രസായനം എന്ന ഔഷധം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ആദ്യം പറഞ്ഞ ചേരുവകൾ ചേർത്തതിന് ശേഷം കഷായ പ്രക്രിയയാണ് നമ്മൾ കണ്ടത്. കഷായ പ്രക്രിയയിൽ ശേഷം ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര കൊടുത്തു കഴിഞ്ഞിട്ട് അത് വറ്റിച്ചതിന് ശേഷം പണ്ടത്തെ ആചാര്യന്മാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ശർക്കര പാകപ്പെട്ട് ഒരു നൂല് പാകമായതിനു ശേഷം രണ്ടാമത്തെ നൂല് വരുന്ന സമയത്താണ് പ്രക്ഷേപചൂർണമായ തിപ്പല്ലി പൊടിച്ച് ഇതിലേക്ക് ചേരുന്നത്. ഇതിൻ്റെ പ്രധാന ഔഷധം എന്ന് പറയുന്നത് കടുക്കയാണ്. കടുക്കയാണ് അഗസ്ത്യ രസായനത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് പറയുന്നത് കടുക്കയാണ്. കടുക്ക പണ്ട് മുതലേ ആചാര്യൻ പറഞ്ഞ പ്രകാരം കടുക്ക പുഴുങ്ങിയ ശേഷം കടുക്ക പൊളിച്ചെടുത്ത് അതുപോലെ തന്നെ അതിൽ ചേർക്കണമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആചാര്യൻ അവസാനം പറഞ്ഞിരിക്കുന്ന കഴിക്കുന്ന വിധി പോലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പൂൺ ലേഹ്യത്തിനോടൊപ്പം 2 കടുക്ക എന്നുള്ള മാത്രയിലാണ് ഔഷധ സേവനം പറഞ്ഞിരിക്കുന്ന ആചാര്യൻ. ഇതും നമ്മൾ അതേ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ അഗസ്ത്യ രസായനം പാകം ചെയ്യുന്നത്. കടുക്ക വേവിച്ച് പൊളിച്ചെടുത്തതിന് ശേഷം അത് ലേഹ്യത്തിലേക്ക് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ രോഗികളായിട്ടുള്ളവരല്ലാത്തവർ അഗസ്ത്യ രസായനം, പ്രത്യേകിച്ച് അമൃത ലൈഫിൻ്റെ അഗസ്ത്യ രസായനം വാങ്ങിക്കഴിക്കുമ്പോൾ അതിൽ കടുക്ക അങ്ങനെ കാണും. ആ കടുക്ക എടുത്തു കളയാനുള്ളതല്ല, കടുക്ക ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആചാര്യൻ പറഞ്ഞ രീതിയിലുള്ള ഫലം നമുക്ക് ആർജിക്കുകയുള്ളൂ. കഷായം ഉണ്ടാക്കിയതിന് ശേഷം രണ്ടാമത്തെ ക്രമമായ കടുക്കയാണ് അഗസ്ത്യ രസായനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ. ആ കടുക്ക
പുഴുങ്ങിയതിന് ശേഷം പൊളിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പൊളിച്ചെടുത്തതിന് ശേഷം കാണുന്നതാണ് കടുക്ക. അതിനുശേഷമാണ് ശർക്കര ചേർന്ന് കഷായത്തിന് കുറുക്കി അതിലേക്കാണ് കടുക്ക കൊടുക്കേണ്ടത്. അവസാന ക്രമങ്ങളായ അഗസ്ത്യരസായന കൂട്ടിലേക്ക് ശർക്കര പാകമായതിനു ശേഷം 2 നൂൽ പരുവമായതിനു ശേഷം അതിലേക്ക് വേവിച്ച കടുക്ക ഇടുകയാണ്. വേവിച്ച കടുക്ക ഇതിൽ കിടന്നുകൊണ്ട് പാകമായി 2 നൂൽ പരുവം പാകം, അതായത് ഇപ്പോഴത്തെ മോഡേൺ രീതിയിലാണെങ്കിൽ വിസ്കോസിറ്റി നോക്കാനായിട്ടുള്ള മീറ്ററിൽ 80 ബ്രിക്സ് ആകുന്ന സമയത്താണ് പ്രക്ഷേപചൂർണമായ പൊടികൾ ചേർക്കുന്നത്. പ്രക്ഷേപചൂർണമായ തിപ്പല്ലിയുടെ പൊടി ചേർത്ത് ഇളക്കുമ്പോഴാണ് അവസാന ക്രമമാകുന്നത്. അഗസ്ത്യരസായനത്തിൻ്റെ അവസാന പ്രക്രിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിലേക്ക് കഷായത്തിൽ ശർക്കര ചേർത്ത് ശർക്കരയെ വറ്റിച്ച് 2 നൂൽ പരുവം പാകത്തിലാക്കിയതിന് ശേഷം അതിലേക്ക് കടുക്കയും അതിന് കഴിഞ്ഞതിന് ശേഷം പ്രക്ഷേപചൂർണം ചേർക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 നൂൽപ്പരുവം പാകം. ഇന്നത്തെ മോഡേൺ യുഗത്തിൽ നൂൽപ്പരുവ പാകത്തിന് പകരം ഈ ലേഹ്യത്തിൻ്റെ വിസ്കോസിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ലേഹ്യത്തിൻ്റെ വിസ്കോസിറ്റി നോക്കിയിട്ട് അത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പ്രക്ഷേപചൂർണം ചേർക്കാറ്. വിസ്കോസിറ്റി നോക്കുന്ന മീറ്ററാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ലേഹ്യത്തിന് എടുത്ത് ഒറ്റിച്ചതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മീറ്ററിൽ ബ്രിക്സ് വാല്യൂ നമുക്ക് കിട്ടും. സാധാരണഗതിയിൽ നമ്മളിവിടെ ലേഹ്യപരുവത്തിന് 79 മുതൽ 80 ബ്രിക്സിലാണ് നമ്മൾ പ്രക്ഷേപചൂർണമായ പൊടി ചേർക്കുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് ആ വിസ്കോസിറ്റി കറക്റ്റായിട്ട് നമുക്ക് സ്പൂണിലെടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കഴിക്കാൻ പാകത്തിനുള്ള ആ വിസ്കോസിറ്റി അതിനുണ്ടാവുക. വിസ്കോസിറ്റിയിൽ 79 കാണിക്കുന്നത്. ഇപ്പോൾ 79 നമുക്കിനി പ്രക്ഷേപചൂർണം ചേർക്കുന്ന നടപടിയിലേക്ക് കിടക്കാം. അഗസ്ത്യരസായനത്തിൻ്റെ അവസാന പ്രക്രിയ പ്രക്ഷേപചൂർണം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അഗസ്ത്യരസായനം എന്ന ഔഷധത്തിൻ്റെ എല്ലാ പ്രക്ഷേപചൂർണങ്ങളും ചേർത്ത് അവസാന ഘട്ടവും കഴിഞ്ഞ് എല്ലാ പരിസമാപ്തിയിലും ആയിരിക്കുകയാണ്. ഇതിനുശേഷം ഇത് നമ്മൾ എടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം പാത്രഭാഗം എന്ന് പറയും. പാത്രഭാഗത്തിൽ നമ്മൾ തേനും കൂടെ ചേർത്തിട്ട് അവസാനമായിട്ട് ക്വാളിറ്റി ടെസ്റ്റുകളുടെ പാരാമീറ്റേഴ്സും കഴിഞ്ഞിട്ട് പാക്കിങ്ങിലേക്ക് അയച്ച് പാക്കിങ്ങിൽ നിന്ന് FG സ്റ്റോറിലേക്ക് പോയി അവിടെ നിന്ന് മാർക്കറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അമൃത ലൈഫിൻ്റെ അഗസ്ത്യരസായനം ഫൈനലായി പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിപ്പെടുന്ന അഗസ്ത്യരസായനം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള 4 പ്രധാന ഭാവങ്ങളാണ് ഭൂമി, ജലം, വായു, കാലം. ഇവയുടെ മലിനീകരണം ഒരേ ലക്ഷണങ്ങളോടുകൂടിയ രോഗങ്ങൾ ഒരേ സമയത്ത് ജനങ്ങൾക്കുണ്ടാക്കുന്നതായി ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനാൽ ഇവയെ ശുദ്ധീകരിക്കേണ്ടത് ചികിത്സയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. ഭൂമി, ജലം, വായു ഇവയുടെ മലിനീകരണം തടയുന്നതോ മലിനമായിട്ടുള്ള ഇവയെ ശുദ്ധീകരിക്കുന്നതോ
ആയ ഗുണങ്ങളോടുകൂടിയ കുറച്ച് ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ഇവയെല്ലാം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്നവയുമാണ്. കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ കൂടി നിൽക്കുന്ന ഈ സമയത്ത് കൊതുകുകളെ തുരത്താൻ കഴിവുള്ള കുറച്ച് ചെടികളെ നമുക്ക് പരിചയപ്പെടാം. കരിനൊച്ചി, ആടലോടകം, വേപ്പ്, തുമ്പ, തുളസി, കമ്മ്യൂണിസ്റ്റ് പച്ച, ഇഞ്ചിപ്പുല്ല് ഇങ്ങനെയുള്ള ചെടികൾ മുറ്റത്ത് നട്ടു വളർത്തുന്നത് തന്നെ കൊതുകുകളെ തുരത്തുന്നു. ഇതുകൂടാതെ ഗ്രാമ്പൂ, വെളുത്തുള്ളി, കർപ്പൂരം, ഗുഗ്ഗുലു, പുതിന ഇവയെല്ലാം ഈ പറഞ്ഞ ചെടികളുടെ കൂടെ ഇട്ട് പുകയ്ക്കുന്നതും കൊതുകുകളെ തുരത്താൻ സഹായിക്കുന്നു. കൊതുകുകളെ മാത്രമല്ല ഈച്ച, മറ്റു കീടങ്ങൾ എന്നിവയെയും തുരത്താൻ ഈ ചെടികൾ സഹായിക്കുന്നുണ്ട്. ഈ ചെടികൾക്കെല്ലാം ഒരു സ്ട്രോങ് ആരോമ, അതായത് തീക്ഷ്ണഗന്ധമുള്ള ചെടികളാണ്. ഈ തീക്ഷ്ണഗന്ധം ഈ ചെടികൾക്ക് കൊടുക്കുന്നത് വോളറ്റൈൽ പ്രിൻസിപ്പിൾസ് എന്ന രാസപദാർത്ഥമാണ്. ഈ വോളറ്റൈൽ പ്രിൻസിപ്പിൾസ് ആണ് കൊതുകുകളെയും കീടങ്ങളെയും ഈച്ചയെയും അകറ്റി നിർത്താൻ ഈ ചെടികളെ സഹായിക്കുന്നത്. അനുദിനം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി. ഭൂമിയെ ശുദ്ധമാക്കാൻ കഴിവുള്ള അനേകം ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട്. രാമച്ചം, മുരിങ്ങ, മുത്തങ്ങ എന്നിവ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാഡ്മിയം, നിക്കൽ, ലെഡ് പോലെയുള്ള മിനറൽസിനെ വലിച്ചെടുത്ത് ഭൂമി ശുദ്ധമാക്കുന്നു. ഇനി നമുക്ക് അന്തരീക്ഷം ശുദ്ധമാക്കുന്ന സസ്യജാലങ്ങളെ പരിചയപ്പെടാം. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം മൂലം ജീവവായു തന്നെ വില കൊടുത്തു വാങ്ങേണ്ട ഒരു സന്ദർഭത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രകൃതി തന്നെ അന്തരീക്ഷം ശുദ്ധമാക്കുന്നതിനുള്ള സസ്യജാലങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. വേപ്പ്, തുളസി, വാളൻപുളി, അരയാൽ എന്നീ ചെടികൾക്കാണ് അന്തരീക്ഷത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാർബൺ എലിമെന്റ്സിനെ വലിച്ചെടുത്ത് ഓക്സിജനെ പുറന്തള്ളാനുള്ള കഴിവുള്ളത്. അന്തരീക്ഷ വായുവിൽ കൂടുതലായുള്ള ഓക്സിജന്റെ സാന്നിധ്യം സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നമുക്ക് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ പ്രകൃതി തന്നെ നിരവധി ജൈവ വൈവിധ്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ